അഡ്വക്കേറ്റ് ജയസൂര്യൻ, എൻ്റെ ഒരു ചോദ്യമാണ് റിജി ലൂക്കോസിനെ പ്രകോപിപ്പിച്ചത്. അതായത് ഹൈക്കോടതി പോലും പറഞ്ഞു അതോറിറ്റി തീരുമാനിക്കട്ടെ ഈ വിഷയത്തിൽ, അതിൻ്റെ തെറ്റും ശരിയും അതോറിറ്റി ആയിട്ടുള്ള ചാൻസലർ തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തിനാണ് SFI ക്രിമിനലുകൾ ചാടിക്കയറി സർവകലാശാല ക്യാമ്പസിൽ അഴിഞ്ഞാട്ടം നടത്തിയതെന്നൊരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിച്ചുള്ളൂ. ശരിയാണ് അനിൽ നമ്പ്യാർ, ക്രിമിനലുകൾ എന്നുള്ള അങ്ങയുടെ പദപ്രയോഗമൊന്നും അല്ല ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. ശ്രീ അനിൽ നമ്പ്യാർ ചൂണ്ടിക്കാണിച്ച ഒരു പോയിന്റാണ്. അതായത് അതോറിറ്റി തീരുമാനിക്കട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ തീരുമാനം ഗവർണർക്ക് വിട്ടു, അതായത് ചാൻസലർക്ക് വിട്ടു. നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ഇടതുപക്ഷ സഹയാത്രികനും ഒരു ഇടതുപക്ഷ വക്താവിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ പോയിന്റിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ പങ്കെടുത്ത ഒരു ചാനലിൽ നിന്ന് അദ്ദേഹം ഇതുപോലെ തന്നെ, ശ്രീ അനിൽ നമ്പ്യാരാണെന്ന് തോന്നുന്നു, ഇതുപോലെ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. അതായത് ഇത് ഇടതുപക്ഷത്തിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയോ അങ്ങനെ ഒരു സാധനം അവർക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ ഇടതുപക്ഷമാകുന്നത്. അപ്പോ ധാർമ്മികതയോ നിയമപരമായിട്ടുള്ള നിലനിൽപ്പോ ന്യായമോ യുക്തിയോ ഒന്നുമില്ല. സംഗതി ഇത്രയേ ഉള്ളൂ, സർവകലാശാലയെന്നല്ല സകലതും ഞങ്ങൾ ഭരിക്കും, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ആരോഗ്യ രംഗത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞ പേര് ഞങ്ങൾ എഴുതിയില്ല. എഴുതാത്തതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഞങ്ങൾ സഹിക്കും. മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി പറഞ്ഞു 2.5 കൊല്ലക്കാലം ആ നിലപാടിൽ ഉറച്ചു നിന്നു. 2860 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടം വന്നു. ആശുപത്രി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ അവസാനം അത് അംഗീകരിച്ചു. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും സമൂഹം മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ ഈ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാ കാര്യത്തിനും എതിരെ സമരം ചെയ്യും. എല്ലാ പുരോഗമനപരമായിട്ടുള്ള എല്ലാ നടപടികൾക്കുമെതിരെ സമരം ചെയ്യും. എന്നിട്ട് അവസാനം 20-40 വർഷം കഴിയുമ്പം അത് തന്നെ നടപ്പാക്കുകയും ചെയ്യും. ഞാനിതിന്റെ ലിസ്റ്റൊന്നും കേരളത്തിന് മുമ്പിൽ പറയേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങളിൽ ഇതേ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അവസാനം അതേ ഇടതുപക്ഷം തന്നെ അത് തിരുത്തി അത് നടപ്പാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഈ നിഴൽ യുദ്ധമുണ്ടല്ലോ, ഇതിന് കാര്യം ഇത്രയേ ഉള്ളൂ, സർവകലാശാലകൾ ഞങ്ങൾക്ക് ഭരിക്കണം. അവിടെ നട്ടലുള്ള ആർജവമുള്ള ഒരു വൈസ് ചാൻസലറോ ചാൻസലറോ വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ CPM-ന് നേരിട്ട് സർവകലാശാല ഭരിക്കാം. അതിന് സെനറ്റ് ഉണ്ട്, അതിന് സിൻഡിക്കേറ്റ് ഉണ്ട്, അവിടെ ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ആ ധിക്കാരവും ധാർഷ്ട്യവും ഇപ്പോഴത്തെ ചാൻസലർക്ക് മുമ്പാകെ നടപ്പാവുകയില്ല, കോടതിയുടെ മുമ്പാകെ നടപ്പാവുകയില്ല എന്ന് ബോധ്യമായപ്പോൾ ഓടി രക്ഷപ്പെടുകയല്ലാതെ പിന്നെ മറ്റൊരു മാർഗവുമില്ല. SFIയുടെ ഭീകരനെ, ഞാനിപ്പോ ക്രിമിനൽ എന്നോ ഗുണ്ടെന്നൊന്നും വിളിക്കുന്നില്ല, അതൊക്കെ ചെറിയ വാക്കുകളാണ്. ഈ ഭീകരന്മാരെ അഴിച്ചുവിട്ടിട്ട് കേരള പോലീസിനെ കാവൽ നിർത്തുക, കേരള പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കുക, ഇതല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു പിടിച്ചെടുക്കൽ പരിപാടി യൂണിവേഴ്സിറ്റി അങ്ങ് പിടിച്ചെടുത്ത് കളയാം, ചാൻസലറെ അനുസരിപ്പിച്ച് കളയാം, സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ നോക്കുകുത്തിയാക്കി കളയാം, എന്നിട്ട് ഞങ്ങളങ്ങ് ഭരിക്കും, പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളങ്ങ് ഭരിക്കും എന്ന് പറയുന്ന അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു ഭരണം. അതാണ് ഭരണകൂട ഭീകരത എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതിന് വഴിപ്പെടാത്ത ആരെയും ഞങ്ങൾ നശിപ്പിക്കും, ഞങ്ങൾ ചെറുക്കും, ഞങ്ങൾ തോൽപ്പിക്കും. അതിന് പോലീസ് ഞങ്ങളുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് പോലീസിനെയും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭരണകൂട ഭീകരത കേരളത്തിലെ സർവകലാശാലകൾക്ക് നേരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ 3.5 കോടി കേരള ജനതയാണ്, അവരുടെ മക്കളാണ്, അവരുടെ പഠിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ അധ്യാപകരായിട്ട് വരുന്നവര്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗത്യം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ജീവനക്കാരെ മുഴുവൻ ഒരു തരം റെജിമെന്റലൈസേഷൻ നടത്തിയിട്ട് മുഴുവൻ സംവിധാനങ്ങളെയും പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് പാർട്ടി ഭരണം അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യത്തിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. അതായത് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഭരണവും അതിന്റെ അവസാനത്തോട് അടുക്കുന്നതിന്റെ സകല ലക്ഷണങ്ങളുമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ നമ്പ്യാർ പ്രയോഗിച്ച ആ പ്രയോഗമോ ഇവിടെ മറ്റുള്ളവർ പ്രയോഗിക്കുന്നതോ ഞാൻ പറയുന്നത് ഒന്നും വാക്കുകൾ കൊണ്ട്, ഡിക്ഷണറിയിലെ ഒരു പദം കൊണ്ടും ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് കേരളത്തിന് അത്യന്തം ഗൗരവതരമായ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടെ കോടതി എടുത്തിരിക്കുന്ന തീരുമാനം ശക്തമായിട്ട് നടപ്പാക്കാൻ ഗവർണർ തുനിഞ്ഞാൽ ഇനി ഗവർണർക്കെതിരെ ഇവർക്ക് ആകെ പറയാനുള്ളത് എന്താ? കാവ്യവൽക്കരണം. അത്രയല്ലേ പറയാനുള്ളൂ. പറഞ്ഞോട്ടെ, സ്ഥിരം പല്ലവി അതാണ് കാവ്യവൽക്കരണം. സ്ഥിരം കാവ്യവൽക്കരണമാണല്ലോ പല്ലവി. ഈ കാവ്യവൽക്കരണമാണല്ലോ ആരോഗ്യ രംഗത്ത് ആരോഗ്യ മന്ദിർ എന്ന് പറയുന്നത് കാവ്യാണ്, ഹിന്ദു വർഗീയതയാണ്, ഞങ്ങൾ എഴുതുകലാന്ന് പറഞ്ഞു. എന്നിട്ട് 2.5 കൊല്ലം കഴിഞ്ഞപ്പോ ഇതേ മുഖ്യമന്ത്രി, ഇതേ ആരോഗ്യമന്ത്രി മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചിട്ട് അത് മുഴുവൻ ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചല്ലോ.
അതെ അത്രയല്ലേ ഉള്ളൂ അതെ എന്ന് പറഞ്ഞ പോലെ ഇവര് ഇതേ ചാൻസലറെ അംഗീകരിക്കും, ഇതേ ഗവർണറെ അംഗീകരിക്കും, ഇതേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ നടപ്പാക്കും. അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് ആരുടെയൊക്കെയോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഞങ്ങളൊരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി തീർച്ചയായും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു നാടകം, ഈ നാടകം ഒരു ഹാസ്യ നാടകമായിട്ട് പര്യവസാനിക്കും. അത്രയേ ഉള്ളൂ.